ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്നൊരു വെറൈറ്റി സാധനമായിട്ട് ഉണ്ടാക്കാൻ പോണേ. നമ്മളുടെ സീ ഫുഡ് മീൻസ് നമ്മുടെ ഈ ഞണ്ട്, കക്ക, കൂന്തള്, ചെമ്മീന്, സ്വീറ്റ് കോൺ എല്ലാം കൂടെ ഇട്ടിട്ടൊരു പുഴുങ്ങിയിട്ടൊരു വെറൈറ്റി സാധനം. സിമ്പിളാട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മളെ ഇവിടെ ഒരു സ്പൈസ് ഗ്രിൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് നമ്മളവിടെ പോയി കഴിച്ചാണ്. ഒരു വെറൈറ്റി ആയി, എനിക്കിഷ്ടമായി. പക്ഷെ എല്ലാം കൂടെ പുഴുങ്ങുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. സൂപ്പറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു സവാളയും കുറച്ച് പച്ചമുളകും വേണം കേട്ടോ. നമ്മളെന്ത് ചെയ്യണം, ആദ്യം ഈ വെളുത്തുള്ളിയും സവാളയും ഒന്ന് കുനുകുന്നനെ അരിഞ്ഞെടുക്കാം. ഓക്കെ, പച്ചമുളക് നമ്മളൊന്നും ചെയ്യണ്ട, അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉരുളി വെച്ചു, അതിൽ കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇടാം കേട്ടോ. ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമുക്കിതിലേക്ക് ഏറ്റവും കൂടുതൽ വേവ് തോന്നുന്നത് നമ്മുടെ സ്വീറ്റ് കോണാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്വീറ്റ് കോൺ ഇതിലിടാം. ഓക്കെ, ഒന്ന് നമുക്ക് അടച്ചു ഒന്നും കിടാം, ബോയിലായിക്കോട്ടെ. ഓക്കെ, കണ്ടോ, ഇതേമാതിരി വെച്ചു നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡി ആയി കേട്ടോ. കണ്ടോ, ഇതേമാതിരി നല്ല തിളച്ച് വരുമ്പോൾ ചെയ്യണം, നമ്മൾ ഇടയ്ക്ക് ഒന്നും കൂടെ മാറ്റിയിട്ട് നമ്മൾ വെച്ച ഞണ്ടില്ലേ അതൊന്ന് നമുക്കിതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ കേട്ടോ. ഒന്ന് നമ്മളിത് ഇട്ടിട്ട് ഒക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഞണ്ട് വെന്ത് കഴിഞ്ഞു. അത്ര വെള്ളൂ ഈ ഞണ്ടിനൊക്കെ കേട്ടോ. കണ്ട, അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ ഒന്ന് വെന്തു. ഇനി നമുക്ക് ഈ ഞണ്ടിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, നമ്മളെന്താ വെച്ചാൽ ഓരോ മീറ്റിനും ഓരോ വെവാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേവിക്കണത്. അപ്പോൾ നമ്മുടെ ഞണ്ട് വെന്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യണം, നമ്മൾ വെച്ച ചെമ്മീനൊക്കെ നമ്മൾ ആ തൊലിയോട് കൂടെ തന്നെ കേട്ടോ ഇടണത്. നമ്മൾ ആ തലഭാഗം ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് നമ്മൾ ആ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. കണ്ട, നമ്മളത് അടച്ചു വെച്ചു, അതും വെന്ത് കഴിഞ്ഞു. പിന്നെ അതും നമുക്കെടുത്ത് മാറ്റാം. ഓക്കെ, അയ്യവാ എന്ത് രസമാണ് കാണാൻ നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെച്ചിരുന്ന കൂന്തളില്ലേ, കൂന്തൾ നമുക്ക് നേരേക്ക് ഇതാണ്, നമ്മൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചേക്കാം. ഒന്ന് അടച്ചു വയ്ക്കുക, ഒരു 5 മിനിറ്റ് വേവിക്കുക, എടുത്ത് മാറ്റാം. ഓക്കെ, കണ്ട. ഇനി നമുക്കെന്താ വെച്ചാൽ ഈ കക്കയും കൂടി വേണം കേട്ടോ. കക്ക നമുക്ക് എന്താ വെച്ചാൽ ആ ഷെല്ലോട് കൂടെ ആയിട്ടുള്ള നമ്മൾ കിട്ടിയില്ല. നമുക്ക് ഫ്രഷ് തന്നെയാണ്, പക്ഷെ നമുക്ക് ഷെല്ലൊക്കെ ഇല്ലാത്ത കിട്ടിയത്. ആ ഷെല്ല് കൂടി ഉള്ളതാണെങ്കിൽ നല്ലൊരു രസമാണ് കേട്ടോ, കാണാൻ രസമാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അല്ലേ. കേട്ടോ, അപ്പോൾ നമ്മളിതെല്ലാം വെന്ത് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ സ്വീറ്റ് കോണും വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇനി ഇതെന്നെല്ലാം ഇതെടുത്ത് മാറ്റാം. നമുക്ക് കുറച്ച് നമ്മളത് വൈകുന്നേരത്തെ ഒരു ഡിന്നർ പോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെന്ത് കാട്ടി, കുറച്ച് നൂഡിൽസും കൂടി അതിലിട്ട് വേവിച്ചു കേട്ടോ. ആ സെയിം വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ നൂഡിൽസ് ഇട്ട് വേവിക്കുന്നത് കേട്ടോ. ആ നൂഡിൽസ് മാറിയിട്ട് വേവിച്ചു, അതൊക്കെ അതിനൊന്നും അധികം വേവില്ല കേട്ടോ, പെട്ടെന്ന് വെന്ത് വരും. നമ്മൾ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ നൂഡിൽസ് എടുത്ത് മാറ്റി, അതിൽ ബാക്കി വരുന്ന വെള്ളമല്ലേ അത് നമ്മൾ സ്റ്റോക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, നമ്മൾ ആ ഉരുളി തന്നെ എടുത്തു, നമ്മുടെ കേട്ടോ കഴുകി വൃത്തിയാക്കി നമ്മളതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ നമ്മൾ ചെറുതാക്കി വെട്ടിയെടുത്ത ആ ഒണിയല്ലേ അത് നമ്മളിട്ട് ഒന്നും കൂടെ വറ്റി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വലിയൊരു കഷ്ണം ബട്ടർ നല്ല ആവശ്യം കേട്ടോ. ബട്ടർ ഇതിന് മെയിനായിട്ടുള്ളത് ബട്ടറിൻ്റെ കേട്ടോ, ബട്ടറും വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി നമ്മളിട്ടു നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു സാധനമാണ് കജു എന്ന് പറഞ്ഞിട്ടൊരു പൗഡറുണ്ട്. ആ പൗഡറിനെ വേണം കണ്ടോ. ആ പൗഡർ ഇടുമ്പോഴേ നല്ലൊരു ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുള്ളൂ. നമ്മൾ ആ പൗഡർ ഇട്ടു. പിന്നെ നമ്മൾ കുരുമുളക് കേട്ടോ, നമ്മൾ കുരുമുളക് പൊടിച്ച് വിട്ടു, നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമ്മളതേണ്ട കുറച്ച് സോയാ സോസ് കൂടി ഒഴിക്കാം കേട്ടോ. കുറച്ച് സോയാ സോസ് ഒഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് വിനീഗർ കേട്ടോ, കുറച്ച് വിനീഗർ ഒഴിച്ചു. പിന്നെ നമ്മുടെ ചില്ലി സോസ് ഇല്ലേ അതും കൂടെ ഇടാം കേട്ടോ. ഇത് ടൊമാറ്റോ സോസ് വിത്ത് ചില്ലി കേട്ടോ. അപ്പം നമ്മൾ ആ സോസാണ് ഉപയോഗിച്ചത്, അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ആ സ്റ്റോക്കില്ലേ വേവിച്ചതിൻ്റെ ബാക്കി വെള്ളം അതും കൂടെ ഇതിലൊഴിക്കുക. അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നമുക്ക് ബ്രൗൺ ഷുഗർ എടുക്കാം കേട്ടോ. കുറച്ച് ബ്രൗൺ ഷുഗർ കൂടി ഇട്ടു, നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ മഷ്റൂമും നമ്മുടെ ബ്രോക്കോളി ഇല്ലേ അതും കൂടി ഇട്ടിട്ടേ ഒന്നും കൂടി വേവിച്ചെടുക്കുക. നമ്മൾ ഈ വിനീഗർ ഇതൊക്കെ ഇട്ടോണ്ടേ നമുക്ക് അധികം അത് വെന്തിട്ട് ഇങ്ങനെ ഇതായി പോവില്ല, ഈ വിനീഗറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അതിൽ കിടക്കും ചെയ്യും കേട്ടോ. നമ്മളതെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ വേവിച്ച് വെച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിട്ട് മിക്സ് ചെയ്യും കണ്ട. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, നമ്മൾ ആ പച്ചമുളക് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ആ പച്ചമുളക് ഇതിലിട്ട് കൊടുക്കട്ടാ.
നമുക്ക് കുറച്ചും കൂടി ഇത് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൊടുക്കും. അയവ ഇത് രസം നോക്കി. ഇനി നമുക്ക് നമ്മളുടെ വേവിച്ച് വെച്ച ആ മീറ്റൊക്കെ ഇല്ലേ കേട്ടോ, നമ്മുടെ കൂന്തൽ വേവിച്ചിട്ടു, ഇത് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തു. നമ്മുടെ കക്ക വേവിച്ചിട്ടു, അതും നമുക്ക് അതിൽ മിക്സ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ വേവിച്ചു, അതും നമ്മൾ അതിൽ മിക്സ് ചെയ്തു. ഇനി എന്താണുള്ളത്? നമ്മുടെ ഞണ്ട്. അയവ എന്ത് രസമാണ് നോക്കി. നമ്മുടെ ഞണ്ട് അതിലിട്ട് വേവിച്ചു. നമുക്ക് ഒരു സാധനം കൂടി ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ സ്വീറ്റ് കോൺ. അതാണ് അതിലത്തെ മെയിൻ സാധനം കേട്ടോ. നല്ല രസമായാലും ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ സ്വീറ്റ് കോണും കൂടി അതിലിട്ടു. ഇനി വേറെ ഒന്നുമില്ല, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമ്മുടെ മിക്സഡ് സീ ഫുഡ് റെഡി ആയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നൂഡിൽസ് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമ്മൾ മിക്സ് ചെയ്യും കണ്ടാ. അതിൻ്റെ ഇടയിൽ ആ നൂഡിൽസും കൂടി വരുമ്പോൾ പെർഫെക്റ്റായി, നല്ല അടിപൊളിയാണ്, നല്ലൊരു ടേസ്റ്റും. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame.